നമ്മളുടെ എല്ലാവരുടെ അടുത്തും പൊതുവേ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഒന്നായിരിക്കും. എന്ത് ചോദ്യം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? വേറെ ഒന്നുമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽസ് വെച്ചിരിക്കുന്ന ഒരു കൺട്രി ഏതാണ്, അല്ലെങ്കിൽ ഒരു നാട് ഏതാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടക്കെന്ന് പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് അറേബ്യൻ കൺട്രീസ് എന്നായിരിക്കും അല്ലേ? അതിൽ യാതൊരുവിധ സംശയമല്ല, ഏറ്റവും കൂടുതൽ ഓയിൽസ് വെച്ചിരിക്കുന്ന ഒരു നാട് അറേബ്യൻ കൺട്രി തന്നെയാണ്. ബട്ട് എങ്കിലും അതിനെയും കാട്ടിയിട്ട് കൂടുതൽ ഒരു ഓയിൽസ് വെച്ചിരിക്കുന്ന നാട് ഏതാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നാടിൻ്റെ പേരായിരിക്കും പറയുന്നത്? അതേതാണ് ആ ഒരു നാടെന്ന് നിങ്ങൾ ആലോചിക്കുമായിരിക്കും. വെനസ്വേല എന്ന് പറയുന്നൊരു നാടുണ്ട്. ഈ ഒരു വെനസ്വേല എന്ന് പറഞ്ഞ ഈ ഒരു നാട്ടിൽ എത്രമാത്രം ഓയിൽസ് ആണ് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 300 ബില്യൺസ് ഓഫ് ബാരൽ ഓയിൽസുകളാണ് ആ ഒരു നാട്ടിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 300 ബില്യൺസ് ഓഫ് ബാരൽ ഓയിൽസ്, അതും അറേബ്യൻ നാടിനെക്കാട്ടിലും കൂടുതലായിട്ട് ഓയിൽസ് വെച്ചിരിക്കുന്ന ഒരു നാട് വെനസ്വേല എന്ന് പറഞ്ഞ ഈ ഒരു നാടാണ്. അതുപോലെ തന്നെ വളരെ ക്രേസി ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റയർ ഗ്ലോബൽ വേൾഡിലുള്ള ഓയിൽസിനെയും ഈ ഒരു നാടിൻ്റെ ഓയിൽസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 17.5% ഓയിൽസ് ഈ ഒരു നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റയർ ഗ്ലോബൽ വേൾഡിലുള്ള ഓയിൽസ് മൊത്തം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒരു 100% എടുക്കുക, ലോകത്തിലുള്ള എല്ലാ ഓയിൽസിനെയും നമ്മളൊരു 100% ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 17% എന്ന് പറഞ്ഞാൽ ഈ ഒരു നാട്ടിൽ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, മേഡം അങ്ങനെയാണെങ്കിൽ ആ നാട്ടിൽ ഓയിൽസിന് വില കുറവായിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതാണ് വളരെ ക്രേസി ആയിട്ടുള്ളൊരു കാര്യം. ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ അവിടെ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ബോട്ടിലിനുള്ള ആ ഒരു മിനറൽ വാട്ടറിൻ്റെ പ്രൈസിനെയും കാട്ടിയിട്ടും ഏകദേശം ഒരു 10 മടങ്ങ് കുറവാണ്, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി വില മാത്രമേ അവിടുത്തെ ഒരു ബാരൽ ഓയിലിന്, അത് ഒരു ബാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് കണക്കിരിക്കുന്ന ഇതിനെയല്ലേ നമ്മൾ ബാരൽ എന്ന് പറയുന്നത്. സോ അത് കണക്കത്തെ ആ ഒരു ബാരലിന് വില വരുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ അവിടെ മിനറൽ വാട്ടർ മേടിക്കുന്നതിനെ കാട്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് വില കുറഞ്ഞ പൈസയ്ക്ക് ഒരു ബാരൽ ഓയിൽ മേടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. Until then, by Naseem signing off. You love you all. Take care. Stay home. Tata. Bye bye. Peace out guys. Cheers. Love you all. Tata. Take care.